ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീറാം. വാൽമീകി രാമായണം യുദ്ധകാന്ഡം തുടർച്ച. ബുദ്ധിമാനും വാഗ്മിയുമായ ഹനുമാൻ ഇപ്രകാരം സംസാരിച്ചു: വിഭീഷണനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുവാൻ വേണ്ട സമയമൊന്നും നമുക്കിപ്പോഴില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം, രാമന്റെ പാതാരവിന്ദത്തിൽ അഭയം തേടി ഈ ദൂരമത്രയും കടന്നു വന്ന വിഭീഷണന്റെ ആത്മാർത്ഥതയെ സംശയിക്കേണ്ടതില്ലെന്നാണ്. രാവണൻ തിന്മയുടെ പ്രതീകവും രാമൻ പരിശുദ്ധി, ധർമ്മം എന്നിവയുടെ പ്രതീകവുമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. സമാധാനദ്യോതകമായ പെരുമാറ്റവും ദാക്ഷിണ്യവും നിറഞ്ഞ സംഭാഷണവും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്ക് തെളിവാണ്. ഒരു ചതിയന് ഇത്രയും ഭംഗിയായി അഭിനയിക്കുക സാധ്യമല്ല. കാരണം മാനസിക വ്യാപാരങ്ങളെ 100% മറച്ചുപിടിക്കുവാൻ ആരാലും കഴിയില്ല. മുഖഭാവങ്ങൾ തീർച്ചയായും അവൻ്റെ ചിന്തകളെ പ്രതിഫലിപ്പിക്കുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നത്, ഭയം കൂടാതെ തന്നെ വിഭീഷണനെ നമ്മുടെ സഹായി ആയിട്ട് അംഗീകരിക്കാം എന്നത്രേ. ഹനുമാന്റെ അഭിപ്രായം രാമനേറെ പഥ്യമായി തോന്നി. എങ്കിലും സുഗ്രീവൻ വാദിച്ചുകൊണ്ടിരുന്നു. സ്വന്തം സഹോദരനെ ആപത്തുകാലത്ത് ഉപേക്ഷിച്ച ഒരുവന് ആരെ ചതിക്കുന്നതിനും മടി കാണിക്കുകയില്ല എന്ന് മനസ്സിലാകുന്നില്ലേ? രാമൻ അത് അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു: വിഭീഷണൻ രാവണനെ ഉപേക്ഷിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ രാജകുടുംബങ്ങളിൽ സാധാരണവുമാണ്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ മിത്രമായി അംഗീകരിക്കാം. വീണ്ടും സുഗ്രീവൻ വിയോജിച്ചു. ഒരുപക്ഷേ രാവണൻ തന്നെയാണ് ഇയാളെ ഇവിടേക്ക് അയച്ചതെങ്കിലോ? നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയെങ്കിലും ഇയാളെ ഉടൻ തന്നെ പിടികൂടി വധിക്കണമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അല്ലെങ്കിൽ ഏതു നിമിഷവും നാം അവൻ്റെ ആക്രമണത്തിന് ഇരകളായേക്കും. പുഞ്ചിരിയോടെ രാമൻ ചോദിച്ചു: ഈ രാക്ഷസന് എന്നെ അപായപ്പെടുത്തുവാനാകുമെന്ന് നീ സത്യമായും വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ഒരു വിരലിൻ്റെ അഗ്രം മതി ഇക്കണ്ട രാക്ഷസന്മാരെയും അസുരന്മാരെയും ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ. ഞാനൊരു കഥ പറയാം, ഏവരും ശ്രദ്ധാപൂർവം കേൾക്കുക. ഒരിക്കലൊരു വേടൻ തൻ്റെ വലയിൽ ഒരു പ്രാവിനെ കുരുക്കി. അനന്തരം അവൻ വിശ്രമിക്കുന്നതിനായി അടുത്തു കണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി. വലയിലകപ്പെട്ട പ്രാവിൻ്റെ ഇണ ആ മരത്തിലെ കൂട്ടിലാണ് താമസിച്ചിരുന്നത്. വേടൻ തൻ്റെ താമസ സ്ഥലത്ത് വന്നത് കണ്ട പെൺപ്രാവ് വേടനെ അതിഥി എന്ന നിലയ്ക്ക് സ്വാഗതമോദി സ്വീകരിച്ചു. ആതിഥ്യമര്യാദയനുസരിച്ച് അതിഥിക്ക് നൽകാവുന്നതായി കൂട്ടിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ അവൾ സ്വന്തം ശരീരം തന്നെ ആ വേടന് ഭക്ഷണമായി കാഴ്ചവെച്ചു. സുഗ്രീവ, ഒരു പെൺപ്രാവ് ഇപ്രകാരം പ്രവർത്തിച്ചുവെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നാം വായിച്ച പവിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നു, കൂപ്പുകൈകളോടെ ആശ്രയം ചോദിക്കുന്നവൻ, അവൻ ശത്രു തന്നെയായാലും എല്ലാവിധത്തിലും സംരക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന്. ഇവയ്ക്കൊക്കെയും മുകളിൽ പരമപുരുഷനായ ഭഗവാന്റെ പ്രതിപുരുഷനെന്ന നിലയ്ക്ക് എൻ്റെ സനാതന ധർമ്മം എന്തെന്നാൽ ഞാൻ അങ്ങയുടേതാണ് എന്ന് ഒരു വട്ടമെങ്കിലും ഉരുവിടുന്ന ഏതൊരു ജീവിക്കും അഭയവും ഭയവിമുക്തിയും നൽകുന്നതാണ്. എന്തിനധികം അഭയം ചോദിച്ചു വരുന്നത് രാവണനാണെങ്കിൽ കൂടിയും ഞാൻ അവന് സർവ്വവിധ സംരക്ഷണവും നൽകും. ഇത്രയും മഹത്തരമായ ഒരു പ്രഖ്യാപനം കേട്ട സുഗ്രീവന്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. കണ്ണീർ ധാരയായി ഒഴുകവേ സുഗ്രീവൻ പറഞ്ഞു: രാമ, അങ്ങയുടെ പരമോന്നത സ്ഥാനത്തിന് യോജിച്ച തരത്തിലുള്ളവയാണ് അങ്ങയുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലായ്പ്പോഴും. മാത്രമല്ല, വിഭീഷണൻ വിശ്വാസയോഗ്യനാണെന്ന് എനിക്കും തോന്നുന്നു. സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. സുരക്ഷ ഉറപ്പായതോടെ വിഭീഷണൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് രാമന്റെ പാദപത്മത്തിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. പൂർണ്ണ സമർപ്പണാനന്തരം വിഭീഷണൻ വിശദീകരണം നൽകി: രാവണന്റെ ഏറ്റവും ഇളയ സഹോദരനായ എൻ്റെ നാമം വിഭീഷണൻ എന്നാകുന്നു. രാവണന്റെ ഗുണത്തിനായിക്കൊണ്ട് ഞാൻ ചെയ്ത ഉപദേശങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചത് എന്നെ കഠിനമായി ഭർജിച്ചുകൊണ്ടാണ്. അതിനാൽ ഞാൻ എൻ്റെ ഗൃഹം, കുടുംബം, സമ്പത്ത് എല്ലാം പരിത്യജിച്ച് ലങ്കയിൽ നിന്ന് പുറത്തു വന്നു. ഇന്നു മുതൽ അങ്ങേക്ക് അകളങ്കവും ഭക്തിപൂർണവുമായ സേവനം ചെയ്യുന്നതിനായി എന്നെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതവും ഇനിമേൽ അങ്ങയുടെ കൈകളിലാണ്. കാരുണ്യവർഷം ചൊരിഞ്ഞ് എന്നെ അനുഗ്രഹിച്ചാലും. കണ്ണുകൾ കൊണ്ട് പഠനം ചെയ്യുന്ന വിധത്തിൽ വിഭീഷണനെ സ്നേഹപൂർവ്വം ആപാദചൂടം വീക്ഷിച്ചു നിന്ന രാമൻ മറുപടിയായി കൊടുത്തത് ശത്രുവിൻ്റെ ബലവും ബലഹീനതയും വിവരിക്കുവാനുള്ള അപേക്ഷയായിരുന്നു. വിഭീഷണൻ വിസ്തരിച്ചു പറഞ്ഞു: ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ രാവണന് ദേവന്മാർ, ഗന്ധർവന്മാർ,
ദൈത്യന്മാർ, ദാനവന്മാർ, നാഗന്മാർ എന്നിവരാൽ മരണം സംഭവിക്കുകയില്ല. മനുഷ്യജന്മമെടുത്തവർക്ക് മാത്രമേ രാവണനെ വധിക്കുവാനാവൂ. മനുഷ്യരെക്കുറിച്ചുള്ള നിസാരഭാവം കാരണം ആ പട്ടികയിൽ മനുഷ്യരെയും കൂടി ഉൾപ്പെടുത്തുവാൻ രാവണൻ സമയം പാഴാക്കിയില്ല. രാവണന്റെ ഏറ്റവും ഇളയ സഹോദരനായ കുംഭകർണൻ ഒരു വലിയ പർവ്വതം പോലെ വലിപ്പമുള്ളവനും ഇന്ദ്രനെ പോലെ ശക്തിമാനുമാണ്. സേനാധിപനായ പ്രഹസ്തൻ ഒരിക്കൽ യക്ഷനായകനായ മണിഭദ്രനെ കൈലാസപർവ്വതത്തിൽ വച്ച് പരാജിതനാക്കിയിട്ടുണ്ട്. രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് എല്ലാ നിലയ്ക്കും പിതാവിന് തുല്യനായ പുത്രനാണ്. അഭേദ്യമായ കവചമണിയുന്ന അവൻ അഗ്നിദേവനെ പ്രീതിപ്പെടുത്തി യുദ്ധഭൂമിയിൽ അപ്രത്യക്ഷനാകുവാനുള്ള വരം നേടിയിട്ടുണ്ട്. ഇവയ്ക്കു പുറമെ ലക്ഷോപലക്ഷം രാജാക്കന്മാർ വേറെയുമുണ്ട്. മഹോദരൻ, മഹാപാർശ്വൻ, അകമ്പനൻ എന്നിവരാൽ നയിക്കപ്പെടുന്ന അവരെല്ലാവരും ഭയങ്കരന്മാരും ഇഷ്ടാനുസരണം രൂപഭേദം വരുത്തുവാൻ കഴിവുള്ളവരുമത്രേ. രാമൻ പറഞ്ഞു, വിഭീഷണ, രാവണന്റെ യുദ്ധസാമർഥ്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. എങ്കിലും രാവണനെയും മറ്റു രാക്ഷസ യോദ്ധാക്കളെയും വധിച്ച ശേഷം ഞാൻ താങ്കളെ ലങ്കാധിപതിയായി വാഴിക്കുന്നതാണെന്ന് ഇതാ സത്യം ചെയ്യുന്നു. പകരം ലങ്ക പിടിച്ചെടുക്കുവാൻ രാമനെ സഹായിക്കാമെന്ന് വിഭീഷണനും സത്യം ചെയ്തു. രാമന് തൻ്റെ ഭക്തനിൽ അങ്ങേയറ്റം പ്രീതിയുണ്ടായി. വിഭീഷണനെ ഗാഢാലിംഗനം ചെയ്ത ശേഷം രാമൻ ലക്ഷ്മണനോട് സാഗരതീർത്ഥം കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. സിംഹാസനാരോഹണ ചടങ്ങ് അപ്പോൾ തന്നെ നിർവഹിക്കുവാൻ വേണ്ടിയായിരുന്നു തീർത്ഥം കൊണ്ടുവരുവാൻ കൽപ്പിച്ചത്. ആ രാക്ഷസനോട് രാമൻ കാട്ടിയ അളവറ്റ സ്നേഹവും ദയയും കണ്ട വാനരങ്ങൾ അത്യാനന്ദത്തിൽ നൃത്തം ചവിട്ടുകയും ഘോഷം മുഴക്കുകയും ചെയ്തു. ഹനുമാനും സുഗ്രീവനും വിഭീഷണനോട് ഒരു സംശയമുണർത്തിച്ചു. വിഭീഷണ, രാക്ഷസന്മാരെ നേരിടുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയാശങ്കകളില്ല. പക്ഷേ വിശാലവും അത്യഗാധവുമായ ഈ സാഗരം താണ്ടുന്നതെങ്ങനെയെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു പോംവഴിയും കാണുവാനാകുന്നില്ല. ഒരു പക്ഷേ താങ്കൾക്ക് എന്തെങ്കിലും പരിഹാരമാർഗം നിർദ്ദേശിക്കുവാനാകുമായിരിക്കും. വിഭീഷണൻ മറുപടി പറഞ്ഞു, രാമൻ സാഗരദേവനായ വരുണനെ പ്രാർത്ഥിച്ചാൽ ഒരു പോംവഴിയുണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രാമൻ്റെ പൂർവികനായ സാഗരൻ എന്ന രാജാവാണ് ഭൂമി കുഴിപ്പിച്ച് ഇത്രയും വിശാലമായ സമുദ്രത്തിന് ഇരിപ്പിടം നൽകിയത്. അതിന് പ്രത്യുപകാരാർത്ഥം രാമന്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുവാൻ വരുണദേവൻ തീർച്ചയായും ബാധ്യസ്ഥനാണ്. ഈ ഉപദേശം സുഗ്രീവൻ രാമലക്ഷ്മണന്മാർക്ക് പകർന്നുകൊടുത്തു. ഇത് നല്ലൊരു ആശയമാണെന്ന് രാമനും തോന്നി. എങ്കിലും സുഗ്രീവനെ സന്തോഷിപ്പിക്കുവാനായി രാമൻ പറഞ്ഞു, താങ്കളും ലക്ഷ്മണനും എന്താണ് തീരുമാനിക്കുന്നത് അത് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. സുഗ്രീവനും ലക്ഷ്മണനും വിഭീഷണന്റെ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ താമസം വിന രാമൻ കടൽ തീരത്തേക്ക് പോയി കുശപ്പുല്ലിന്റെ വിരിപ്പിൽ കടലിന് അഭിമുഖമായിട്ട് ഇരുന്നു. ആ സമയത്ത് ശാർദൂലൻ എന്ന ചാരൻ വാനരങ്ങളെ കാണുകയും ഉടൻ തന്നെ അവരുടെ സൈന്യം എത്ര വിപുലമായതാണെന്ന വിവരം രാവണനെ അറിയിക്കുകയും ചെയ്തു. അനന്തരം രാവണൻ ശുഗൻ എന്ന ദൂതനെ സുഗ്രീവന്റെ പക്കലേക്ക് അയച്ചു. ശുഗനാകട്ടെ ഒരു പക്ഷിയുടെ രൂപം ധരിച്ച് സുഗ്രീവന്റെ വാസസ്ഥാനമണഞ്ഞു. ആകാശത്തിൽ വട്ടമിട്ട് പറന്ന് അവൻ രാവണന്റെ ദൂത് സുഗ്രീവന് ഇപ്രകാരം നൽകി: ഞാൻ നിനക്ക് യാതൊരുവിധ ദ്രോഹവും ചെയ്തിട്ടില്ലെന്നിരിക്കെ നീ എന്തിനാണ് ലങ്ക ആക്രമിക്കുവാൻ ഒരുമ്പെടുന്നത്? സീതാപഹരണവുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ലെന്നതിനാൽ എത്രയും വേഗത്തിൽ കിഷ്കിന്ധയിലേക്ക് മടങ്ങി സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നതാണ് നിനക്ക് അഭികാമ്യം. ശുഗൻ ഇപ്രകാരം സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കവേ ആകാശത്തേക്ക് ഉയർന്നു ചാടിയ വാനരന്മാർ ശുഗനെ പിടികൂടി വലിച്ചിഴച്ച് നിലത്തിട്ട് അവൻ്റെ ചിറകുകൾ രണ്ടും വിച്ഛേദിച്ച് ക്രൂരമായി മർദ്ദിക്കുവാൻ തുടങ്ങി. ശുഗൻ നിലവിളിച്ചു, ഓ രാമ, ധർമാത്മാക്കൾ ഒരിക്കലും ദൂതനെ ഹനിക്കാറില്ല. അത് കേട്ട രാമൻ അവനെ സ്വതന്ത്രനാക്കി. വീണ്ടും ഗഗനത്തിലേക്ക് ഉയർന്ന ശുഗൻ സുഗ്രീവനോട് രാവണദൂതിന് മറുപടിയായി എന്തെങ്കിലും സന്ദേശം തരാനുണ്ടോ എന്നന്വേഷിച്ചു. സുഗ്രീവൻ പറഞ്ഞു, നിന്റെ യജമാനനോടിങ്ങനെ ചൊല്ലൂ: രാവണ, നീ നിന്റെ വംശത്തിലേക്കും അധമനായ രാജാവാണ്. കാരണം നീ അന്യപുരുഷന്റെ പതിവ്രതയായ ഭാര്യയെ ബലമായി അനുഭവിച്ചാസ്വദിക്കുവാൻ ആഗ്രഹിച്ചവനാണ്. ഇതിൻ്റെ ദുരന്തഫലമായി എൻ്റെ വാനരപ്പട ലങ്കയിലെത്തുമ്പോൾ രാമൻ നിന്നെ സർവ്വബന്ധുജനങ്ങളോടും കൂടി വധിക്കുമെന്ന സത്യം അറിഞ്ഞുകൊള്ളുക. അംഗദൻ അന്നേരം പറഞ്ഞു, ഈ പക്ഷി ഒരു ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
നമ്മുടെ സൈന്യബലം അളക്കുവാൻ വന്ന ചാരനാണിവനെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കിവനെ പിടിച്ച് തടവിലിടാം. ഈ വാക്കുകൾ കേൾക്കേണ്ട താമസം വാനരന്മാർ വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു ചാടി ശുഗനെ പിടികൂടി വടങ്ങളാൽ ബന്ധിച്ചു. വീണ്ടും ശുഗൻ രാമനോട് ആവലാതിപ്പെട്ടു. കരുണാകരനായ രാമൻ ഉറപ്പു നൽകി ലങ്കയിലെത്തിയ ഉടൻ വാനരന്മാർ അവനെ മോചിപ്പിക്കുന്നതാണെന്ന്. തദനന്തരം കുശപ്പുൽപ്പായയിലിരുന്ന് കൂപ്പുകൈകളോടെ രാമൻ വരുണദേവനെ തപസ്സു ചെയ്തു. ഏതു വിധേനയും ലങ്കയിൽ എത്തിച്ചേരണമെന്ന് രാമൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ വരുണദേവൻ സഹകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുവാൻ പോലും ഒരുക്കമായിരുന്നു രാമൻ. 3 ദിനരാത്രങ്ങൾക്കു ശേഷവും സാഗരദേവനിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. രാമൻ അത്യന്തം ക്ഷുഭിതനായി. ലക്ഷ്മണനോടായി രാമൻ ഇപ്രകാരം പറഞ്ഞു: ഇപ്പോൾ എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. ക്ഷമ, കുറ്റം പൊറുക്കൽ, വിനയം, മര്യാദ തുടങ്ങിയ ഗുണങ്ങളെല്ലാം നന്മയുടെ കണിക പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അധമന്മാരോട് പെരുമാറേണ്ടി വരുമ്പോൾ വെറുതെ വ്യർത്ഥമായിത്തീരുന്നു എന്ന്. ഇത്തരം ആൾക്കാർ ആദരവ് കാട്ടുന്നത് അധിക പ്രസംഗിയും അക്രമിയും മര്യാദകെട്ട വാക്കുകൾ സംസാരിക്കുന്നവനും സ്വന്തം മേന്മ അവിടെയും ഇവിടെയും സ്വയം വാഴ്ത്തിപ്പാടി നടക്കുന്നവനുമായവന്മാരോടാണ്. ഞാൻ ശാന്തസ്വഭാവവും സഹനശക്തിയുള്ളവനുമായതിനാൽ വരുണൻ എന്നെ നപുംസകമാണെന്ന് കരുതിയിട്ടുണ്ടാവാം. അതുകൊണ്ടാവണം എൻ്റെ മുന്നിലേക്ക് വരാൻ പോലും കൂട്ടാക്കാത്തത്. ലക്ഷ്മണ, എൻ്റെ അമ്പ് എടുത്തു തരൂ. ഈ സാഗരത്തെ ഒരു പാഠം പഠിപ്പിക്കണം. ഞാൻ ഈ കടലിനെ വറ്റിച്ചെടുക്കുന്ന ദൃശ്യം കണ്ടുകൊള്ളുക. വാനരപ്പടയ്ക്ക് ഒരു പ്രയാസവും കൂടാതെ കാൽനടയായി ലങ്കയിലെത്തുവാനുള്ള വഴി ഞാൻ ഉണ്ടാക്കും. അഗ്നി പോലെ ആളിക്കത്തിയ കോപത്തോടെ രാമൻ തൻ്റെ വില്ല് വലിച്ചെടുത്തു. ഞാൻ വലിച്ചുകെട്ടിയ ശബ്ദം ഞാണൊലി കേൾപ്പിച്ചു. കർണകഠോരമായ ആ ശബ്ദം കേട്ട് ഭൂമി നടുങ്ങി നിന്നു. അനന്തരം രാമൻ കടലിൻ്റെ അഗാധതയിലേക്ക് ശരമാരി ചൊരിഞ്ഞ് സാഗരത്തെ ഒട്ടാകെ ഇളക്കി മറിച്ചു. ഉയരങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട തിരമാലകൾ സമുദ്ര ജീവികളെയൊക്കെ സംഭീതരാക്കി. അടുത്തതായി അതിശക്തമായ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിനുള്ള മന്ത്രം രാമൻ ഉരുവിട്ടു. അന്നേരം ലക്ഷ്മണൻ രാമൻ്റെ വില്ലിന്മേൽ കൈവച്ച് ഇപ്രകാരം പറഞ്ഞു: പ്രിയ സോദര, സദയം അങ്ങയുടെ കോപത്തെ അടക്കുക. കൂടുതൽ അസ്ത്രങ്ങളിനി പ്രയോഗിക്കുകയേ അരുത്. ഇതിനേക്കാൾ ശ്രേഷ്ഠതരമായ മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ച് വാനരപ്പടയെ മറുകരയിൽ എത്തിക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. രാമന്റെ ഉഗ്രകോപം കണ്ടുകൊണ്ട് വാനത്തിൽ നിലകൊണ്ടിരുന്ന ബ്രഹ്മഋഷികൾ പോലും നടുങ്ങി വിറച്ചു നിന്നു. ലക്ഷ്മണോപദേശം തീർത്തും അവഗണിച്ചുകൊണ്ട് രാമൻ ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്തു. എന്നിട്ട് ഉച്ചത്തിൽ ഭീഷണി മുഴക്കി: നിന്റെ ജലമത്രയും വറ്റിച്ച് നിന്നെയൊരു മണലാരണ്യമാക്കി മാറ്റും ഞാൻ. ഓ സാഗരദേവ, ഗർവിഷ്ഠനായ നീ എനിക്കൊരു സഹായം ചെയ്തു തരുവാൻ ഒരുക്കമല്ല. അതുകൊണ്ട് എൻ്റെ കൈക്കരുത്തുപയോഗിച്ച് ഈ വാനരന്മാരെ ഞാൻ കാൽനടയായി ലങ്കയിലെത്തിക്കും. നീ അത് കണ്ടുകൊള്ളുക. രാമൻ വില്ലു കുലയ്ക്കവേ ആകാശവും ഭൂമിയും ഭയന്നു വിറകൊണ്ടു. ആകാശത്തെ ആകമാനം ഇരുൾ പൊതിഞ്ഞു. മിന്നൽ ആകാശപ്പരപ്പിൽ ആഞ്ഞു വീശി. അനേകം ഉൽക്കകൾ പായുന്ന കാഴ്ചയും കണ്ടു. ദിക്കെട്ടും ഇടിനാദം കൊണ്ട് പ്രതിധ്വനിച്ചു. സമുദ്രത്തിൽ വേലിയേറ്റം പ്രകടമായി. സർവ്വവിധ സമുദ്രജീവികളും അതിഘോരമായ ഭയത്തിനടിമകളായി. പക്ഷേ രാമൻ മാത്രം ദൃഢചിത്തനായി അചഞ്ചലനായി നിലകൊണ്ടു. പൊടുന്നനെ സാഗരരാജൻ സമുദ്രനിരപ്പിലേക്ക് ഉയർന്നു വരികയും തീ തുപ്പുന്ന നിരവധി സർപ്പങ്ങളുടെ അകമ്പടികളോടെ രാമന്റെ മുന്നിൽ അണയുകയും ചെയ്തു. ഉരുണ്ടുമറിയുന്ന തിരമാലകൾ രാക്ഷസ മുതലകളെയും ആമകളെയും വൻ മത്സ്യങ്ങളെയും എടുത്തെറിയുന്നുണ്ടായിരുന്നു. കരയിലെത്തിയ സമുദ്രദേവനെ ഗംഗ, സിന്ധു തുടങ്ങിയ നദീദേവതകളും അനുധാവനം ചെയ്തിരുന്നു. സ്വർണ്ണാഭരണ അലങ്കൃതനായി അരുണ പുഷ്പഹാരവും അരുണ വസ്ത്രവുമണിഞ്ഞ് മേഘങ്ങളാലും മാരുതനാലും വലയം ചെയ്യപ്പെട്ട് വന്നെത്തിയ സാഗരദേവൻ രാമന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. വരുണൻ മൊഴിഞ്ഞു: അല്ലയോ രഘുവംശത്തിൽ ജനിച്ച സൗമ്യശീല, ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി എന്നിവ ഒരിക്കലും അവരുടെ ജന്മസ്വഭാവം കൈവിടുകയില്ല. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ വിശാലവും അത്യഗാധവുമായ ഒരു ജലാശയത്തെ താണ്ടിക്കടക്കുക എന്നത് കേവലം അസാധ്യമത്രേ. എങ്കിലും രാമ, അങ്ങയ്ക്ക് വേണ്ടി മാത്രം ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാം. നിങ്ങളൊരു പാലം പണിയുകയാണെങ്കിൽ ഞാൻ അതിനെ എൻ്റെ ശക്തിയാൽ താങ്ങി നിർത്താം.
ആ പാലത്തിൽ കൂടി ലങ്കയിലെത്തിയ വാനരന്മാരുടെ സഹായത്തോടെ അങ്ങേക്ക് യുദ്ധം ചെയ്ത് പ്രിയപത്നി സീതയെ വീണ്ടെടുക്കാം. അപ്പോൾ രാമൻ ചോദിച്ചു, വലിച്ചു നിർത്തിയിരിക്കുന്ന ഈ ബ്രഹ്മാസ്ത്രം ഞാൻ എങ്ങോട്ടാണ് തൊടുത്തുവിടേണ്ടത്? കാരണം ഞാണിൽ ചേർത്തു കഴിഞ്ഞ അസ്ത്രം തിരിച്ചെടുക്കാനാവുകയില്ല. വരുണൻ പോംവഴി പറഞ്ഞു. വടക്കുദിക്കിൽ ഒരു പുണ്യപ്രദേശമുണ്ട്. ദ്രുമകുല്യം എന്നാണ് നാമധേയം. മഹാപാപികളും ദുഷ്ടന്മാരുമായ ആഭീരന്മാർ എന്ന കള്ളന്മാരുടെ വാസസ്ഥലമാണ് അവിടം. എൻ്റെ ജലമാണവർ പാനം ചെയ്യുന്നത്. പാപികളായ അവരുടെ കൈകൾ എന്നെ സ്പർശിക്കുന്നതുപോലും എന്നിൽ അറപ്പുളവാക്കുന്നു. അല്ലയോ ദേവ, താങ്കളുടെ ബ്രഹ്മാസ്ത്രത്തെ ആ ലക്ഷ്യത്തിലേക്ക് അയച്ചുവെങ്കിൽ ഞാൻ അത്രയും സന്തുഷ്ടനാകും. അങ്ങനെ രാമന്റെ ബ്രഹ്മാസ്ത്രം ദ്രുമകുല്യയിൽ പതിക്കുവാനിടയായി. ബ്രഹ്മാസ്ത്രം തുളച്ചു കയറിയപ്പോൾ ഭൂമിയിലുണ്ടായ വിടവിലൂടെ രസാതലത്തിലെ ജലമാകമാനം വറ്റിവരണ്ടു. അസ്ത്രം വീണ പ്രദേശത്തിന് മരുകാന്താരമെന്ന നാമം ലഭിച്ചു. മാത്രമല്ല, രാമൻ മരുകാന്താരത്തിന് ഒരു അനുഗ്രഹവും നൽകി. ഈ ഭൂമി ഫലങ്ങൾ, തേൻ, വിവിധയിനം ഔഷധ സസ്യങ്ങൾ എന്നിവയാൽ സമ്പൽ സമൃദ്ധമാകും. മാത്രമല്ല, ഇവിടെ താമസിക്കുന്നവർക്ക് യാതൊരു രോഗപീഠയും ഉണ്ടാവുകയുമില്ല. അന്നേരം സാഗരദേവൻ രാമനോട് പറഞ്ഞു, പ്രിയ രാമ, ഇവനാണ് നളൻ. ദൈവിക ബുദ്ധിയുള്ള വിശ്വകർമാവിൻ്റെ പുത്രനായ ഈ നളൻ അച്ഛൻ്റെ അനുഗ്രഹത്താൽ അതിസമർത്ഥനായ നിർമ്മാതാവായിരിക്കുന്നു. ബലശാലിയും താങ്കളുടെ ഭക്തനുമായ ഈ വാനരശ്രേഷ്ഠൻ ഒരു കടൽപ്പാലത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം ഏറ്റെടുക്കുവാൻ സർവദാ യോഗ്യനാണ്. ഇത്രയും അറിയിച്ച ശേഷം വരുണൻ വിടവാങ്ങി. അന്നേരം നളൻ രാമന്റെ മുന്നിലേക്ക് വന്ന് പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം ഇപ്രകാരം ഉണർത്തിച്ചു: സഹനം, സമാധാനം, ദാനം ഇത്യാദികളെല്ലാം നന്ദി കെട്ടവരോടാണ് കാണിക്കുന്നതെങ്കിൽ അവ തികച്ചും വ്യർത്ഥമാകും. എനിക്ക് നിശ്ചയമുണ്ട്, ഭയം ഒന്നുകൊണ്ട് മാത്രമാണ് സാഗരരാജൻ അങ്ങേക്ക് വഴങ്ങിത്തന്നതെന്ന്, അല്ലാതെ നന്ദിയുള്ളതുകൊണ്ടല്ല. പ്രഭോ, എൻ്റെ അമ്മയ്ക്ക് വിശ്വകർമാവ് പണ്ടൊരിക്കൽ ഒരു അനുഗ്രഹം നൽകിയിരുന്നു. അതായത്, അദ്ദേഹത്തിന് തുല്യനായ ഒരു മകൻ എൻ്റെ അമ്മയ്ക്ക് ജനിക്കുമെന്ന്. അതനുസരിച്ച് എനിക്ക് അച്ഛനായ വിശ്വകർമാവിൻ്റെ നിർമ്മാണ പ്രാവീണ്യം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്, ഈ പാലം പണിയുവാൻ ഞാൻ പ്രാപ്തനാണെന്ന്. ഇത്തരം സിദ്ധികൾ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും ആരും അതറിഞ്ഞിരുന്നില്ല. ആരും എന്നോട് ചോദിച്ചതുമില്ല. ഞാനായിട്ട് എൻ്റെ കഴിവുകളെ പ്രകീർത്തിച്ചുകൊണ്ട് നടന്നതുമില്ല. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങണം. വാനര ശ്രേഷ്ഠന്മാരെല്ലാവരും കൂടി ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ച് കടൽ തീരത്ത് കൊണ്ടുവരട്ടെ. രാമന്റെ മേൽനോട്ടത്തിൽ എല്ലാ മർക്കടന്മാരും വനങ്ങൾക്കുള്ളിൽ പ്രവേശിച്ചു. വലിയ പാറകൾ ഇളക്കിയെടുത്തും വൃക്ഷങ്ങൾ പിഴുതെടുത്തും കുന്നുകളെ നിലംപരിശാക്കിയും അവർ കടൽ തീരത്തിലെത്തിച്ചു. ഭീമാകാരമുള്ള പാറകളും വൻവൃക്ഷങ്ങളും കടലിൽ എറിഞ്ഞപ്പോൾ തിരമാലകൾ വാനോളം ഉയർന്നു പൊങ്ങിയ കാഴ്ച അതിമനോഹരമായിരുന്നു. ഇപ്രകാരം പാലം പണി തുടങ്ങി. 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള പാലത്തിൻ്റെ ഉപരിതലം മരത്തടികളാൽ നിറച്ച് പുഷ്പങ്ങൾ നിറഞ്ഞ ശാഖകളാൽ മറച്ച് അതീവ സുന്ദരമാക്കിയിരുന്നു. പാലത്തിൻ്റെ പണി ദ്രുതഗതിയിൽ നടക്കവേ കരയിൽ വിഭീഷണനും കൂട്ടരും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യ ദിനത്തിൽ തന്നെ 14 യോജന മുഴുമിപ്പിക്കുകയുണ്ടായി. രണ്ടാം നാൾ 20 യോജനകൾ കൂടി പണിതു. മൂന്നാം നാൾ 21ഉം 4-ാം നാൾ 22ഉം യോജനകൾ മുഴുമിച്ചപ്പോൾ 5-ാം നാൾ പാലം പണി പൂർത്തിയാവുകയും ചെയ്തു. ദേവന്മാരും ഋഷികളും ഈ അദ്ഭുത പാലം കാണുന്നതിനായി ആകാശത്ത് വന്നു നിരന്നു. കടും നീല നീരാഴിയുടെ നടുക്ക് ആകാശത്തിലെ സ്വാതിപഥം എന്ന പോലെ ആ പാലം പ്രശോഭിച്ചു. അനന്തരം സുഗ്രീവൻ രാമനോടും ലക്ഷ്മണനോടും ഹനുമാൻ, അങ്കദൻ എന്നിവരുടെ തോളിലേറുവാൻ അപേക്ഷിച്ചു. നിമിഷങ്ങൾക്കകം കോടാനുകോടി വാനരന്മാർ പടയോട്ടം ആരംഭിച്ചു. അവസാനം അവർ ലങ്കയുടെ വടക്ക് ദിശയിലുള്ള സുവേല പർവ്വതത്തിലെത്തിച്ചേർന്നു. വാനരന്മാർ ഉത്സാഹഭരിതരായി. അവിടെ സൈനിക ശിബിരങ്ങൾ പണിതുയർത്തിയ നേരത്ത് വാനര രാജാവായ സുഗ്രീവനെ തീർത്ഥ നദീജലങ്ങളിൽ അഭിഷേകം ചെയ്യുവാനായി ശ്രേഷ്ഠരായ ദേവന്മാരും ഋഷിമാരും വന്നെത്തി. അവർ സുഗ്രീവന് വിജയാശംസകൾ നേർന്നു. രാമൻ ലക്ഷ്മണനെ ഗാഢാലിംഗനം ചെയ്ത് ഇപ്രകാരം തൻ്റെ മനോവിഷമം പങ്കുവച്ചു: ലക്ഷ്മണ, സൈന്യം എല്ലാ നേരത്തും ജാഗരൂകത പാലിക്കേണ്ടുന്നതാണെന്ന് അറിയിപ്പ് നൽകുക.
വളരെയധികം ധീരയോദ്ധാക്കൾ വാനരന്മാരിലും കരടികളിലും രാക്ഷസന്മാരിലും ഉൾപ്പെട്ടവർ മരണത്തിന് അടിമപ്പെടുമെന്ന് എൻ്റെ കണ്ണിൽ കാണുന്ന ദുർനിമിത്തങ്ങൾ എന്നോട് പറയുന്നു. പൊടിപടലം ഉയർത്തുന്ന അതിശക്തമായ കാറ്റ് നീ കാണുന്നില്ലേ? ഭൂമി അടിക്കടി പ്രകമ്പനം കൊള്ളുന്നതും മേഘങ്ങൾ നിണവർഷം ചെയ്യുന്നതും നീ കണ്ടുവോ? സന്ധ്യാരാഗം കടും ചുവപ്പായി കാണപ്പെടുന്നു. വന്യമൃഗങ്ങൾ ദയനീയമായ രോദനം മുഴക്കുന്നു. ലക്ഷ്മണ, എനിക്ക് തോന്നുന്നത് നാം ഉടനടി തന്നെ യുദ്ധത്തിനൊരുങ്ങണമെന്നാണ്. അതനുസരിച്ച് വീണ്ടും വാനര സൈന്യം പടനീക്കം ആരംഭിച്ചു. അവർ ലങ്കയോടടുത്ത വേളയിലുണ്ടാക്കിയ ഘോഷങ്ങൾ എല്ലാ രാക്ഷസന്മാരും കേൾക്കുകയുണ്ടായി. ത്രികുടപർവ്വത ശിഖരത്തിൽ ഒരു കിളിക്കൂട് പോലെ കാണപ്പെട്ട ലങ്കയെന്ന സുവർണഗിരി കണ്ട നിമിഷം രാമന്റെ ചിന്തകൾ സീതയെക്കുറിച്ച് മാത്രമായി. സേനാനായകന്മാർക്ക് ആജ്ഞ നൽകി. സൈന്യത്തെ മനുഷ്യരൂപത്തിൽ വ്യൂഹരചന ചെയ്യിപ്പിച്ച രാമൻ ലക്ഷ്മണനോടൊപ്പം ശിരോഭാഗത്ത് നിലയുറപ്പിച്ചു. എല്ലാ വാനരന്മാരുടെ കയ്യിലും പറിച്ചെടുത്ത പാറകളും പിഴുതെടുത്ത വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. ലങ്കയ്ക്കരികിൽ അണഞ്ഞതും രാമൻ ശുഗനെ സ്വതന്ത്രനാക്കുവാൻ സുഗ്രീവനോട് നിർദ്ദേശിച്ചു. ശുഗൻ നേരെ രാവണനെ മുഖം കാണിക്കുവാൻ പോയി. ശുഗന്റെ ഛേദിക്കപ്പെട്ട ചിറകുകൾ കണ്ട രാവണൻ ചിരിച്ചുകൊണ്ട് ആരാഞ്ഞു, ആരാണിത് ചെയ്തത്? ശുഗൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ സന്ദേശം സുഗ്രീവന് കൈമാറുന്ന വേളയിൽ ഒരു കൂട്ടം കുരങ്ങന്മാർ എന്നെ തടവിലാക്കി. എന്നെ കഠിനമായി ഉപദ്രവിച്ചതിനു പുറമെ എൻ്റെ ചിറകുകൾ ഛേദിക്കുകയും കൂടി ചെയ്തു അവർ. ഗുണശീലനായ രാമന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ സ്വതന്ത്രനായത്. അല്ലയോ രാജാവേ, വാനരപ്പട സീതയെ രക്ഷിക്കുവാൻ ലങ്കയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് ഒന്നുകിൽ സീതയെ രാമന് മടക്കി നൽകണം, അല്ലെങ്കിൽ വാനരന്മാർ നമ്മുടെ കോട്ടകൾക്കുള്ളിൽ കടക്കുന്നതിന് മുൻപ് തന്നെ അവരെ ആക്രമിച്ച് കീഴടക്കണം. ഇതു കേട്ട് കോപിഷ്ഠനായി രാവണൻ അലറി, ഞാൻ ഒരിക്കലും സീതയെ വിട്ടയക്കുകയില്ല. രാമനും അവൻ്റെ മർക്കടന്മാരെയും ഞാൻ വധിക്കും. എങ്കിലും ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, കുരങ്ങന്മാർക്ക് മഹാസമുദ്രത്തിന് കുറുകെ പാലം പണിയുവാൻ കഴിഞ്ഞു എന്നത് എനിക്ക് തികച്ചും ആശ്ചര്യജനകമായിരിക്കുന്നു. നീയും സാരണനും കൂടി ഇപ്പോൾ തന്നെ വേഷം മാറി കുരങ്ങന്മാരായി അവരുടെ സൈന്യത്തിനുള്ളിലേക്ക് രഹസ്യമായി കയറി രാമന്റെ സൈന്യബലം എത്രയാണെന്ന് കണ്ടുപിടിച്ചു വരിക. അനുസരണപൂർവം ശുഗനും സാരണനും വാനരന്മാരുടെ താവളത്തിലേക്ക് പോയി. എന്നാൽ വാനങ്ങളിലും പർവ്വതങ്ങളിലും കടൽ തീരത്തു മാത്രമായി പടർന്നു കിടന്നിരുന്ന അതിവിപുലമായ വാനര സൈന്യത്തിൻ്റെ യാതൊരു വിവരവും നേടുവാൻ അവർക്കായില്ല. സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന വിഭീഷണന്റെ മുന്നിലാണ് അവർ ചെന്നുപെട്ടത്. ഉടൻ തന്നെ രാക്ഷസന്മാരെ തിരിച്ചറിഞ്ഞ വിഭീഷണൻ അവരെ തടവിലാക്കി രാമന്റെ സവിധത്തിലെത്തിച്ചു. ജീവൻ തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി രാമന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന അവർ കുറ്റസമ്മതം നടത്തി. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞങ്ങൾ ഇവിടെ വന്നത്. അങ്ങയുടെ സൈന്യത്തിന്റെ ശക്തി അളക്കുവാനായി രാവണൻ പറഞ്ഞയച്ചതാണ്. പുഞ്ചിരി തൂക്കിക്കൊണ്ട് രാമൻ പറഞ്ഞു, നിങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്കുടൻ തന്നെ രാവണന്റെ അരികിലേക്ക് പോകാവുന്നതാണ്. അതല്ല മറിച്ചാണെങ്കിൽ നിങ്ങളുടെ ജോലി തുടർന്ന് ചെയ്തുകൊള്ളൂ. വിഭീഷണൻ നിങ്ങളെ നയിക്കും. ഞങ്ങൾ ഈ കാണിക്കുന്ന ആതിഥ്യ മര്യാദയ്ക്ക് പ്രത്യുപകാരമായി ഈ സന്ദേശം രാവണനിലെത്തിക്കുക. നാളെ നേരം പുലരുമ്പോൾ ഞാനും എൻ്റെ വാനര സൈന്യവും ചേർന്ന് ലങ്കയെ നശിപ്പിക്കും. സർവ്വരാക്ഷസന്മാരെയും കൊന്നൊടുക്കും. നന്ദിപൂർവം രാമനെ താണുവണങ്ങിയ ശേഷം അവർ ആശംസിച്ചു, താങ്കൾ വിജയിക്കുമാറാകട്ടെ. അവർ കൂടിയ ശീഘ്രത്തിൽ രാവണ സവിധമണിഞ്ഞ് ഇപ്രകാരം അറിയിച്ചു, ഞങ്ങൾ വിഭീഷണനാൽ തടവിലാക്കപ്പെട്ടുവെങ്കിലും ദയാലുവായ രാമൻ ഞങ്ങളെ മോചിപ്പിച്ചു. അതിവിപുലമായ വാനര സൈന്യത്തെ അളക്കുവാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായി, രാമലക്ഷ്മണന്മാരും സുഗ്രീവ വിഭീഷണന്മാരും ഒത്തുചേർന്നാൽ ലങ്കയെ പിഴുതെടുത്ത് കൊണ്ടുപോകുവാൻ നിഷ്പ്രയാസം കഴിയും. മറ്റു പടയാളികളുടെ സഹായമൊന്നും കൂടാതെ തന്നെ അവർക്ക് അതിന് കഴിയും. സത്യം പറഞ്ഞാൽ രാമന് ഒറ്റയ്ക്കു തന്നെ സർവ്വ രാക്ഷസന്മാരെയും ലങ്കാനഗരിയെയും നശിപ്പിക്കുവാനാകും എന്നാണ് ഞങ്ങളുടെ ദൃഢവിശ്വാസം. ആയതിനാൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, എത്രയും വേഗം സീതയെ രാമന് മടക്കി നൽകി രാമനുമായി സൗഹൃദം സ്ഥാപിക്കണമെന്ന്. രാവണൻ ആക്രോശിച്ചു, സീതയെ മടക്കി നൽകുക ഒരിക്കലും സാധ്യമല്ല. സർവ്വദേവന്മാരും അസുരന്മാരും ഒത്തുചേർന്ന് എന്നെ ആക്രമിക്കുകയാണെങ്കിൽ കൂടിയും ഞാനത് ചെയ്യുകയില്ല.
കുരങ്ങന്മാർ ഉപദ്രവിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം വിഡ്ഢിത്തം വിളമ്പുന്നത്. ഭയമാണ് നിങ്ങളെക്കൊണ്ട് ഇவ்விധം സംസാരിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? തദനന്തരം രാവണൻ തൻ്റെ ചാരന്മാരോടൊപ്പം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കയറി നിന്നു. വാനരപ്പടയുടെ വ്യാപ്തി കണ്ടു മനസ്സിലാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. സാരണനോട് രാവണൻ വാനര പ്രമുഖന്മാരെ കാട്ടിക്കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. സാരണൻ എല്ലാ വാനര നായകന്മാരെയും മൈന്ദൻ, ദ്വിവിധൻ, ശ്വേതൻ, പനസൻ, വിനതൻ, ഗവയൻ, എല്ലാറ്റിനുമൊടുവിൽ സർവ്വസൈന്യാധിപനായ ധൂമ്രൻ, അവൻ്റെ കനിഷ്ഠ സഹോദരനായ ജാമ്പവാൻ, ഇങ്ങനെ ഓരോ ആളെയും കാട്ടിക്കൊടുത്ത് അവരുടെ ശാരീരിക ഘടനയും പാർപ്പിടവുമെല്ലാം വർണ്ണിച്ച ശേഷം അവരുടെ യുദ്ധസാമർഥ്യത്തെ പ്രശംസിച്ചു പറയുകയും ചെയ്തു. സൈന്യത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് വർണ്ണിക്കവേ സാരണൻ വേദകാലത്തെ ഗണിതശാസ്ത്രപ്രകാരം പറഞ്ഞു: 100,000 1,00,000, 100,00,000 1 കോടിയും, 1,00,000 കോടി ഒരു ശംഖവും, 1,00,000 ശംഖങ്ങൾ ചേർന്നാൽ ഒരു മഹാശംഖവും ആകുന്നു. 1,00,000 മഹാശംഖങ്ങൾ ചേർന്നാൽ ഒരു വൃന്ദവും, 1,00,000 വൃന്ദം ചേർന്നാൽ ഒരു മഹാവൃന്ദവുമാകും. 1,00,000 മഹാവൃന്ദങ്ങളെ ഒരു പത്മമെന്നും, 1,00,000 പത്മങ്ങളെ ഒരു മഹാപത്മമെന്നും, 1,00,000 മഹാപത്മങ്ങളെ ഒരു ഖർവമെന്നും, 1,00,000 ഖർവങ്ങളെ മഹാഖർവമെന്നും പറയുന്നു. 100,000 ഖർവങ്ങൾ ചേർന്നാൽ സമുദ്രവും, 100,000 സമുദ്രങ്ങൾ ചേർന്നാൽ ഓഘവും, 100,000 ഓഘങ്ങൾ ചേർന്നാൽ മഹൗകവും ആകും. ഇപ്രകാരമുള്ള കുറഞ്ഞത് 100 കോടി മഹൗകങ്ങൾ ഉൾപ്പെട്ടതാണ് സുഗ്രീവൻ നയിക്കുന്ന ശരണ എന്ന വാനര സൈന്യം എന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കണ്ട രാവണന്റെ ഹൃദയം അത്യന്തം കോപാതുരവും അസ്വസ്ഥവും ആയിത്തീർന്നു. ശുകനും സരണനും തലകുനിച്ച് നിൽക്കവേ രാവണൻ അവരെ കഠിനമായി ഭർസിച്ചു, ഒരു വിധത്തിലും നിയന്ത്രിക്കാനാവാത്ത കോപത്തോടെ. നിങ്ങൾ എൻ്റെ മന്ത്രിമാരാണെന്ന് പറയപ്പെടുന്നു, എന്നിട്ടും നിങ്ങൾ എൻ്റെ ശത്രുക്കളെയാണ് പുകഴ്ത്തുന്നത്. നിങ്ങളുടെ സംസാരം തികച്ചും അനിഷ്ടകരമായിരുന്നു. നിങ്ങളെപ്പോലുള്ള അജ്ഞന്മാരാൽ നയിക്കപ്പെട്ടിട്ടും ഇത്രയും കാലം ചക്രവർത്തി പദം എനിക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ഭാഗ്യം. ഇത്രയും വിഡ്ഢിത്തം പുലമ്പുവാൻ നിങ്ങൾക്കെങ്ങനെ കഴിഞ്ഞു? നിങ്ങൾക്ക് മരണത്തെപ്പോലും ഭയമില്ലേ? നിങ്ങളുടെ ഭൂതകാല സേവനത്തിൻ്റെ ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ വധിക്കാതെ വിടുന്നത്. ശുകനും സാരണനും ലജ്ജിച്ച് ശിരസ് നമിച്ചു നിന്നു. യജമാനനെ മയപ്പെടുത്തുവാനായി അവർ ഒരു ശ്രമം നടത്തി. അലയോ രാജാവേ, അങ്ങ് വിജയശ്രീലാളിതനാകട്ടെ. ശുകനും സാരണനും ഉടൻ തന്നെ അവിടെ നിന്ന് യാത്രയായി. അരികത്ത് നിന്നിരുന്ന മഹോദരനോട് രാവണൻ കൂടുതൽ ചാരന്മാരെ കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. അല്പനേരത്തിനകം രാജാവിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് ശാർദൂലനും കൂട്ടരും അവിടെ വന്നെത്തി. ശത്രുക്കളുടെ പദ്ധതികൾ അറിഞ്ഞ് വരുവാനുള്ള കൽപ്പന ലഭിച്ചതും രാവണനെ പ്രദക്ഷിണം വെച്ചു വണങ്ങിയ ശേഷം അവർ രാമന്റെ പാളയത്തിലേക്ക് പോയി. അവർ കുരങ്ങന്മാരെ പോലെ വേഷം ധരിച്ചാണ് പോയതെങ്കിലും വിഭീഷണന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. തടവിലാക്കപ്പെട്ട അവരെ സുഗ്രീവന്റെ വാനരന്മാർ മർദ്ദിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും രാമൻ വന്ന് ദയാപൂർവം അവരെ മോചിപ്പിച്ചു. മോഹാലസ്യപ്പെട്ടവരെ പോലെ നടന്ന് ചാരന്മാർ രാവണന്റെ കൊട്ടാരത്തിലെത്തി. അവർ രാവണനോട് ഇപ്രകാരം പറഞ്ഞു: സുവേല പർവ്വതത്തിന്റെ അരികിൽ താവളമുറപ്പിച്ചിരുന്ന വാനരപ്പടയെ രഹസ്യമായി നിരീക്ഷിക്കുകയെന്നത് തികച്ചും അസാധ്യമായതാണ്. അവിടെ എത്തി അധിക നേരം കഴിയുന്നതിന് മുൻപ് വിഭീഷണൻ ഞങ്ങളെ തിരിച്ചറിയുകയും തടവിലാക്കുകയും ചെയ്തു. രാമന്റെ ദയാവായ്പ് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവനോടെ രക്ഷപ്പെട്ടത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.